നോഡ് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് തന്നു. നമ്മൾ സ്റ്റെപ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു നോഡ്സ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് ചൂസ് നോഡ് ആസ് റെഫറൻസ് നോഡ് ആൻഡ് അതർ നോഡ്സ് ആസ് നോഡ്സ്. ഒരു നോഡ് റെഫറൻസ് ചെയ്യുമ്പോൾ നോഡിൽ 0 ബാക്കിയുള്ള നോഡ്സിന് ഓഫ് നോഡ്സ് ഉണ്ടെങ്കിൽ vn വോൾട്ടേജ് വാല്യൂസ് അസൈൻ ചെയ്യും. ശേഷം assign the currents from each node. ഓരോ നോഡിലെയും ഓരോ ബ്രാഞ്ചിൽ കൂടി I2, I3, I4, In വരെ we are considering it current leaving the node. current ആണെങ്കിൽ KCL as current leaving equal to 0. KCL equation ഓരോ നോഡിനും അതാണ്. We have the equations after applying KCL to each node. Help of an example is determine network shown in figure. നെറ്റ്വർക്കിൽ മാർക്ക് ചെയ്യാവുന്നത് അതിൽ താഴെ കാണിച്ചിരിക്കുന്നത് ആൻസർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. താഴെ നമ്മൾ റെഫറൻസ് നോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വോൾട്ടേജ് V equal to അസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് റെഫറൻസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. Now are V1 and V1 വോൾട്ടേജ് കൊടുത്തതിന് ശേഷം 3 so meaning currents as I2 and I3 leaving the node. Then again there is 3 branches and the currents are assigned as ഇങ്ങനെ കറണ്ട് നമ്മൾ KCL അപ്ലൈ ചെയ്യാണ്. നോക്കൂ, അപ്ലൈ 3 കറണ്ടും ലീവ് ചെയ്യാണ്. സോ ഓൾ ദ കറണ്ട് KCL വെച്ചിട്ട് കറണ്ട് ലീവിങ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. കറണ്ട് എൻറ്ററിങ് എന്നിട്ടില്ല, ലീവിങ് എന്നാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്ലസ് എന്ന് നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. ആ ഇക്വേഷൻ വീണ്ടും I1ന്റെ വാല്യൂ നോക്കൂ. നിങ്ങൾ ആ സർക്യൂട്ടിലേക്ക് മനസ്സിലാകും. കറണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 5 ആംപിയർ കറണ്ട് സോഴ്സ് 5 ohm and is just so we are taking -5. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് എന്ന വാല്യൂ എടുത്തിരിക്കുന്നത്. അതിനുശേഷം I2 നോക്കൂ, നോഡും റെഫറൻസ് കണക്ട് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ്. ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ റെസിസ്റ്റൻസ്. സോ കറണ്ട് I2 I is equal to V/R എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നത്. V1 മൈനസ് റെഫറൻസ് നോഡ് ആയതുകൊണ്ടാണ് അവിടെ 0/10 പ്ലസ് തേർഡ് ബ്രാഞ്ചിലുള്ള കറണ്ട് I3 തേർഡ് ബ്രാഞ്ച് സെക്കൻഡ് നോഡിനെയാണ്. സോ ഇറ്റ് ഈസ് ടേക്കൻ ആസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് നോഡാണ്. നോഡ് 1ലുള്ള വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ നോഡ് 2 V2 2/3 എന്ന് എടുത്തു. സോ currents is equal to 0. Now simplifying -5 plus minus 0/10 is V1/10. Then V1/3 minus V2/3 എന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തു. ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം taking the LCM as third. LCM കൊടുത്തു. നമ്മൾ ആ ഇക്വേഷൻ എഴുതി. LCM റൈറ്റ് ഹാൻഡിലേക്ക് 30 എന്ന് പറയുന്ന വാല്യൂ റൈറ്റ് ഹാൻഡ് പോയപ്പോൾ ഓൾറെഡി 0 ഉള്ളതുകൊണ്ട് 0 ആയി. വീണ്ടും നമ്മൾ V1 V2 ചുരുക്കിയപ്പോൾ 13V1 minus 10V2 150. നോഡ് 1ൽ KCL അപ്ലൈ ചെയ്തപ്പോഴുള്ള we are applying KCL at node 2. I4, I5 and I all are leaving. I4 plus I5 plus I6 is equal to
i4ന്റെ വാല്യൂ നോക്കൂ, i3 ഉള്ളതിന്റെ ഇവിടെ നോട്ട് 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, v2വിനെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് v2 മൈനസ് v1/3 i ആ ബ്രാഞ്ച് സെക്കൻഡ് നോഡിനെയും റഫറൻസ് നോഡിനെയും ചെയ്തിരിക്കുന്നതാണ്. v2 മൈനസ് 0/5 ആണ് അവിടെ അതിനെ ക്രോസ് ആയിട്ട് വാല്യൂ ഡിവൈഡഡ് ബൈ 5 എന്ന് എടുത്തത്. അഗെയിൻ i6 വാല്യൂ നോക്കൂ, i6 ബ്രാഞ്ച് എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് കഴിഞ്ഞിട്ട് ഒരു 10 വോൾട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം പ്ലസ് ടു is flowing, so -10 v2 minus 0 reference node voltage 0 divided by value 1, that is equal to 0. So again we are simplifying, ഓരോ ടേംസും സെപ്പറേറ്റ് ചെയ്ത് LCM 15 എന്നെടുത്തു. ആ 15 വാല്യൂ സൈഡിലേക്ക് കൊണ്ടുപോയി ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ ഇൻറ്റു 0 എന്നുകൊണ്ടത് 0 ആയി. സ്റ്റെപ്പ് ആയിട്ട് മൈനസ് v1 പ്ലസ് 23v2 ഈക്വൽ ടു 150 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് നോഡിൽ അപ്ലൈ ചെയ്തപ്പോൾ ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതി. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ഹെൽപ്പ് ഓഫ് കാൽക്കുലേറ്റർ വി ആർ സോൾവിങ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ മോഡ് ഇക്വേഷൻ എന്ന് പറയുന്ന അൺനോൺ വാല്യൂസ്, ഇവിടെ എത്ര അൺനോൺ ഉണ്ട്? 2 അൺനോൺ, v1 v2 ആണ്. നമുക്ക് ആ 2 അൺനോൺ വാല്യൂസിനെ സെലക്ട് ചെയ്ത് 3 ടേംസ് ഉള്ള രീതിയിലുള്ള കാൽക്കുലേറ്ററിൽ ഈ വാല്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്ട്ലി വി വിൽ ഗെറ്റ് 19.8 ആൻഡ് v equal to 10. വോൾട്ടേജ് v1 ഉം v2 ഉം i4, i5 and i6 ഈ വാല്യൂസ് എല്ലാം ഡയറക്ട്ലി നമുക്ക് വോൾട്ടേജിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതാണ്. ഇവിടെ i1ന്റെ വാല്യൂ മാത്രം -5, ഓൾറെഡി 5 ആംപിയർ ഒരു കറണ്ട് സോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്നുള്ളതുകൊണ്ട് -ന്റെ വാല്യൂ v1/10, 3 v1 minus i4 is വാല്യൂ v1 v2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ i3 സെയിം തന്നെയാണ് വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ v2/5 ആണ്. I വാല്യൂ v2 minus 10/1, that is. Thank you all.